കർക്കിടകത്തിലെ ആകാശം ഒരു കറുത്ത പടം വിരിച്ചതുപോലെ നിന്നു. എപ്പോൾ വേണമെങ്കിലും പെയ്തു വീഴാൻ വെമ്പി നിൽക്കുന്ന മേഘങ്ങളെപ്പോലെയായിരുന്നു ആ വീടിന്റെ മൗനം. രാവിലത്തെ അടുക്കളയിലെ പാത്രങ്ങളുടെ ശബ്ദങ്ങൾക്ക് പോലും ഒരുതരം മടുപ്പിന്റെ താളമായിരുന്നു. സുനിത ഗ്യാസ് സ്റ്റൗ കത്തിക്കുമ്പോൾ പുറത്ത് മഴയുടെ ആദ്യത്തെ തുള്ളികൾ വീണു തുടങ്ങി. ഓരോ തുള്ളിയും ഓട്ടിട്ട മേൽക്കൂരയിൽ വീണ് ചിതറുമ്പോൾ അവളുടെ ഉള്ളിലും എന്തൊക്കെയോ ചിതറിത്തെറിക്കുന്നുണ്ടായിരുന്നു. ഇന്നും ഇതുപോലെ തന്നെ. അടുക്കള, പാത്രങ്ങൾ, തീരാത്ത ജോലികൾ. അവളുടെ മനസ്സ് മന്ത്രിച്ചു. മുറ്റത്തെ തുളസിത്തറയിൽ ഒരു നിമിഷം നോക്കി നിന്ന ശാരദയമ്മയുടെ കണ്ണുകളിൽ ഓർമ്മകളുടെ ഒരു നേർത്ത പാടയുണ്ടായിരുന്നു. രാഘവൻ മാഷ് നട്ട തുളസിയാണ്. അതിൽ തൊടുമ്പോൾ മാഷിന്റെ കൈകളുടെ ചൂട് ഇപ്പോഴും അനുഭവപ്പെടുന്നതുപോലെ. രാഘവൻ മാഷുണ്ടായിരുന്നെങ്കിൽ അവർ അറിയാതെ മൊഴിഞ്ഞു. ഉള്ളിലെവിടെയോ ഒരു വിങ്ങൽ. രാഘവൻ മാഷ് പോയിട്ട് വർഷം 5 കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. അമ്മേ, ചായ. സുനിതയുടെ വരണ്ട ശബ്ദം അവരെ ഓർമ്മകളിൽ നിന്നുണർത്തി. ആ വിളിയിൽ സ്നേഹത്തിന്റെ തരിമ്പുപോലുമില്ലെന്ന് അവർക്ക് തോന്നി. സ്റ്റീൽ ഗ്ലാസ്സിലെ കടുപ്പം കൂടിയ ചായ വാങ്ങി അവർ വരാന്തയിലെ തണുത്ത ചാരുകസേരയിൽ വന്നിരുന്നു. പുറത്തു മഴ ശക്തിപ്പെട്ടു തുടങ്ങിയിരുന്നു. ഓരോ മഴത്തുള്ളിയും ഭൂമിയിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ തന്റെ ജീവിതം എവിടെയും വേരുകളില്ലാതെ ഒഴുകിപ്പോവുകയാണെന്ന് അവർ വേദനയോടെ ഓർത്തു. രവി ധൃതിയിലായിരുന്നു. ഓഫീസിൽ ഇന്ന് നേരത്തെ എത്തണം. പ്രോജക്റ്റിന്റെ ഡെഡ്ലൈനാണ്. ഷർട്ടിന്റെ ബട്ടണിടുമ്പോൾ അവൻ കണ്ണാടിയിലൂടെ സുനിതയെ നോക്കി. അവളുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തിരിക്കുന്നു. രാവിലെ തുടങ്ങിയതാണ്. ഒന്നും മിണ്ടുന്നില്ല. കാരണം തിരക്കാൻ അവന് സമയമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ധൈര്യവുമില്ലായിരുന്നു. അവളുടെ മൗനത്തിന് ഒരു പൊട്ടിത്തെറിയുടെ ഗന്ധമുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങുന്നു, അവൻ അവ്യക്തമായി പറഞ്ഞു. അവൾ കേട്ടോ എന്ന് അവനറിയില്ല. അമ്മയോട് യാത്ര പറയാൻ നേരം ചാരുകസേരയിൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന അമ്മയാണ് കണ്ടത്. ഉറങ്ങുകയാണോ? അവൻ അമ്മയുടെ നെറ്റിയിൽ മെല്ലെ തലോടി. ചുളിവുകൾ വീണ ആ നെറ്റിയിൽ സ്നേഹത്തിന്റെ ഒരു കടൽ ഒളിപ്പിച്ചുവെച്ചതായി അവന് തോന്നി. ആ സ്പർശനത്തിൽ ശാരദയമ്മ കണ്ണു തുറന്നു. മോൻ പോവാണോ? നേർത്ത സ്വരത്തിൽ അവർ ചോദിച്ചു. അമ്മയൊന്നും കഴിച്ചില്ലേ മോനെ? വിശപ്പില്ല മോനെ. ആ മറുപടി അവന്റെ നെഞ്ചിൽ ഒരു ഭാരം കയറ്റിവെച്ചു. ഒന്നും ചെയ്യാൻ കഴിയാതെ അവൻ കാറിന്റെ താക്കോലുമെടുത്ത് പുറത്തേക്കിറങ്ങി. മഴയത്ത് കാർ ഓടിച്ചു പോകുമ്പോൾ വൈപ്പർ ഗ്ലാസ്സിലെ വെള്ളം തുടച്ചു നീക്കുന്നതുപോലെ വീട്ടിലെ പ്രശ്നങ്ങളെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കാൻ അവൻ വൃഥാ ശ്രമിച്ചു. എല്ലാം ശരിയാകും എന്ന് സ്വയം കള്ളം പറഞ്ഞുകൊണ്ട് അവൻ ആക്സിലറേറ്ററിൽ കാലമർത്തി. രവി പോയിക്കഴിഞ്ഞപ്പോൾ വീട് കൂടുതൽ നിശബ്ദമായി. സുനിതയുടെ ഉള്ളിലെ അമർഷം പുകഞ്ഞുകൊണ്ടിരുന്നു. രാവിലത്തെ ദോശയുടെ മാവ് അമ്മയുടെ മുറിക്കു മുന്നിൽ വെച്ചിരുന്ന ചെറിയ മേശയിൽ വെച്ചിട്ട് അവൾ പറഞ്ഞു, അവിടെ വെച്ചിട്ടുണ്ട്, എടുത്തു കഴിച്ചാൽ മതി. അതൊരു പറച്ചിലായിരുന്നില്ല, ഒരു പ്രഖ്യാപനമായിരുന്നു. ശാരദയമ്മ ഒന്നും മിണ്ടിയില്ല. അവർക്ക് ആഹാരം തൊണ്ടയിൽ നിന്നിറങ്ങുമെന്ന് തോന്നിയില്ല. ഓർമ്മക്കുറവ് തുടങ്ങിയിട്ട് കുറച്ചുകാലമായി. ചിലപ്പോൾ പേരുകൾ മറക്കും, ചിലപ്പോൾ പാത്രം വെച്ച സ്ഥലം മറക്കും. ഓരോ മറവിക്കും സുനിതയുടെ ശകാരത്തിന്റെ മൂർച്ചയേറി വന്നു. ഇപ്പോൾ അവൾക്ക് താനൊരു ഭാരമാണ്, പൂർണ്ണമായൊരു ഭാരം. ആ ചിന്തയിൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. നിലവിളക്കിന്റെ തിരി താഴ്ന്നു കത്തുമ്പോഴുണ്ടാകുന്നതുപോലെ ഒരു നേർത്ത പുക അവരുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു. കോളേജ് ലൈബ്രറിയുടെ നിശബ്ദതയിൽ പുസ്തകങ്ങളിൽ മുഖം പൂഴ്ത്തിയിരിക്കുമ്പോഴും സുനിതയുടെ സ്വപ്നങ്ങൾക്ക് നിറങ്ങളുണ്ടായിരുന്നു. വെള്ളയുടുപ്പണിഞ്ഞ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു മാലാഖയാകണം. കൂട്ടുകാരിയായ രമ്യയോട് അവൾ പറയുമായിരുന്നു, എനിക്ക് വേദനിക്കുന്നവരെ സഹായിക്കണം, അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി കാണണം, അതാണ് എന്റെ സന്തോഷം. പഠനം കഴിഞ്ഞ് നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി, സ്വന്തം കാലിൽ നിൽക്കണം, അതായിരുന്നു ജീവിതം. അല്ലാതെ അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനായിരുന്നില്ല അവൾ ആഗ്രഹിച്ചത്. രവിയുമായുള്ള വിവാഹത്തിന്റെ ആദ്യ നാളുകൾ ഒരു സ്വപ്നം പോലെയായിരുന്നു. അവന്റെ സ്നേഹം, കരുതൽ. ശാരദയമ്മ അന്ന് വളരെ ആരോഗ്യവതിയായിരുന്നു. മരുമകളോടുള്ള സ്നേഹം അവരുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞു നിന്നു. ആദ്യത്തെ ഓണത്തിന് മോൾക്ക് സദ്യയൊന്നും ഉണ്ടാക്കി ശീലമുണ്ടാവില്ല, വാ അമ്മ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അടുക്കളയിൽ കൂടെ നിന്നത് സുനിത ഓർത്തു. ഒരുമിച്ച് അമ്പലത്തിൽ പോയതും സദ്യ ഉണ്ടാക്കിയ അയൽപ്പക്കത്തെല്ലാം കൊടുത്തതും. എപ്പോഴാണെല്ലാം മാറിയത്? എവിടെ വെച്ചാണ് തങ്ങളുടെ ജീവിതത്തിന്റെ താളം പിഴച്ചത്? അവൾക്കുത്തരമില്ലായിരുന്നു. ശാരദയമ്മയുടെ ഓർമ്മകളിൽ രാഘവൻ മാഷ് തെളിഞ്ഞു. മുറ്റത്ത് ചെമ്പരത്തി പൂത്തപ്പോൾ ആദ്യത്തെ പൂവ് അവളുടെ മുടിയിൽ ചൂടിച്ചു തന്നിട്ട് മാഷു പറഞ്ഞു, എന്റെ ശാരദയ്ക്ക് ഈ ലോകത്തിലെ എല്ലാ പൂക്കളുടെയും ഭംഗിയുണ്ട്. ആ വാക്കുകൾ ഓർക്കുമ്പോൾ ഇപ്പോഴും അവരുടെ കവിളിൽ ഒരു ചുവപ്പു രാശി പടരും. മകൻ രവി ജനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മാഷായിരുന്നു. നമ്മുടെ മോൻ
വലിയ ആളാകും ശാരദേ, മാഷ് പറയുമായിരുന്നു. ഓർമ്മകൾക്ക് എന്തു സുഗന്ധമാണ്, പക്ഷേ ആ സുഗന്ധം ഇപ്പോൾ അവരെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അയൽപക്കത്തെ സുമേഷിന്റെ മകളുടെ കല്യാണമായിരുന്നു അന്ന്. സുനിതയുടെ കോളേജിലെ കൂട്ടുകാരിൽ ചിലരെല്ലാം വരുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ അവൾ ഒരുങ്ങി, പുതിയ സാരിയുടുത്തു. പക്ഷേ ഇറങ്ങാൻ നേരം ശാരദയമ്മയ്ക്ക് ഒരു വയറുവേദന. ഓർമ്മക്കുറവുള്ളതുകൊണ്ട് അവരെ തനിച്ചാക്കി പോകാൻ കഴിയില്ല. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അമ്മേ, അമ്മ മുറിയിൽ അടച്ചിരുന്നാൽ മതി. എനിക്ക് പേടിയാ മോളെ തനിച്ചിരിക്കാൻ, തല കറങ്ങുന്നതുപോലെ. ആ നിഷ്കളങ്കമായ മറുപടി സുനിതയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം കണക്കെ പൊട്ടിത്തെറിച്ചു. എനിക്കീ വീട്ടിൽ ഒന്നിനും സ്വാതന്ത്ര്യമില്ല, എപ്പോഴും ഈ തള്ളയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നാൽ മതി, അവൾ അലറി. ശാരദയമ്മ ആ വാക്കുകൾ കേട്ട് തരിച്ചു നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ കല്യാണത്തിന് പോയില്ല. മുറിയുടെ വാതിലടച്ച് അവൾ ഏറെ നേരം കരഞ്ഞു. താൻ ആഗ്രഹിച്ച ജീവിതമല്ല ഇത്. കൂട്ടുകാരെല്ലാം ജോലിക്ക് പോകുന്നു, യാത്രകൾ ചെയ്യുന്നു. താൻ മാത്രം ഈ പഴഞ്ചൻ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒരു രോഗിയെയും പരിചരിച്ച്. അവളുടെ ദേഷ്യവും സങ്കടവും ഇഴചേർന്ന് ഒരു വിഷമായി ഉള്ളിൽ നിറഞ്ഞു. അന്ന് രാത്രി അവൾ ശാരദയമ്മക്ക് ആഹാരം കൊടുത്തതേയില്ല. വിശപ്പടക്കി ആ അമ്മ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്നു. കണ്ണുനീരിന്റെ ഉപ്പുരസം തലയണയെ നനച്ചു. അടുത്ത ദിവസം രവി വന്നപ്പോൾ വീട്ടിലെ നെറ്റുറ്റ അന്തരീക്ഷം അവനെ ശ്വാസം മുട്ടിച്ചു. അവൻ അമ്മയുടെ മുറിയിൽ ചെന്നു. എന്താ അമ്മേ, ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല മോനെ. ആ ശബ്ദം നേർത്തിരുന്നു. അവൻ സുനിതയോട് ചോദിച്ചു, നീ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെട്ടത്? ഓ, ഇപ്പോൾ ഞാൻ കുറ്റക്കാരിയായി. നിങ്ങളുടെ അമ്മ ഒരു പാവം അല്ലേ? ഞാൻ അനുഭവിക്കുന്നതൊന്നും ആരും കാണുന്നില്ല. ഈ 4 ചുമരുകൾക്കുള്ളിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന എന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ? അവൾ പൊട്ടിത്തെറിച്ചു. രവിക്ക് എന്തു പറയണമെന്നറിഞ്ഞില്ല. അമ്മയോടുള്ള സ്നേഹവും ഭാര്യയോടുള്ള കടമയും അവനെ രണ്ടായി വലിച്ചു കീറുകയായിരുന്നു. ആ നിസ്സഹായതയിൽ അവൻ മൗനം തിരഞ്ഞെടുത്തു. അതൊരു തുടക്കമായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും സുനിത ശാരദയമ്മയോട് കയറാൻ തുടങ്ങി. വാക്കുകൾ കൊണ്ടുള്ള കുറ്റപ്പെടുത്തലുകൾ പതിയെ പ്രവൃത്തികളിലേക്കും മാറി. ഭക്ഷണത്തിന്റെ അളവ് കുറച്ചു, സംസാരിക്കുന്നത് പൂർണ്ണമായി നിർത്തി. രവി ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു. അതായിരുന്നു അവനൊരു രക്ഷപ്പെടൽ. ആ വീടൊരു നിശബ്ദമായ യുദ്ധക്കളമായി മാറി. അവിടെ സ്നേഹം തോൽക്കുകയും നിസ്സഹായത ജയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതൊരു കറുത്ത ദിവസമായിരുന്നു. രാവിലെ മുതൽ സുനിതയുടെ തല പെരുക്കുന്നുണ്ടായിരുന്നു. തലേന്ന് രാത്രി രവിയുമായി അവൾ വഴക്കിട്ടു. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഹോം നഴ്സിനെ വെട്ടുന്നതിനെക്കുറിച്ചായിരുന്നു തർക്കം. നാട്ടുകാരെന്തു പറയും? സ്വന്തം അമ്മയെ നോക്കാൻ ഒരു പെണ്ണിന് പറ്റിയില്ലെന്ന് അവർ പറയില്ലേ എന്ന രവിയുടെ ചോദ്യത്തിലെല്ലാം അവസാനിച്ചു. അടുക്കളയിൽ കഞ്ഞിക്കലം തിളച്ചുമറിയുകയായിരുന്നു. അവളുടെ മനസ്സും അതുപോലെ തിളച്ചുമറിയുകയായിരുന്നു. ശാരദയമ്മ പതിവ് പോലെ വരാന്തയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. ആ ഇരിപ്പ് കാണുമ്പോൾ പോലും അവൾക്ക് ദേഷ്യം വന്നു. ഒരു ജോലിയുമില്ലാതെ സ്വസ്ഥമായി. കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്, അവൾ വിളിച്ചു പറഞ്ഞു. ശാരദയമ്മ പതിയെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നു. ഓർമ്മക്കുറവ് കാരണം അവരുടെ കൈകൾക്ക് ചെറിയൊരു വിറയലുണ്ടായിരുന്നു. കഞ്ഞിപ്പാത്രമെടുക്കാൻ ശ്രമിച്ചപ്പോൾ കൈതട്ടി അത് നിലത്ത് തൂവിപ്പോയി. ചൂടുള്ള കഞ്ഞിവെള്ളം നിലത്തുകൂടി ഒഴുകിപ്പരന്നു. അത്രയും നേരം അടക്കിവെച്ച ദേഷ്യം മുഴുവൻ ഒരു കൊടുങ്കാറ്റായി സുനിതയിൽ നിന്ന് പുറത്തു വന്നു. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു, ഒരു ശല്യം. അവൾ അലറി വിളിച്ചുകൊണ്ട് മുന്നോട്ടു കുതിച്ചു. എന്തു ചെയ്യുന്നുവെന്ന് സ്വയം നിയന്ത്രിക്കാനാവാതെ അവൾ ആ മെലിഞ്ഞ കവിളിൽ ആഞ്ഞടിച്ചു. ഠേ! ആ ശബ്ദം ആ വീട്ടിന്റെ ചുമരുകളിൽ കട്ടിപ്രതിധ്വനിച്ചു. നിമിഷനേരത്തേക്കെല്ലാം നിശ്ചലമായി. അടിയുടെ ആഘാതത്തിൽ ശാരദയമ്മ പിന്നോട്ടു വേച്ചുപോയി. അടുക്കളയുടെ തണുത്ത ഭിത്തിയിൽ അവരുടെ മെലിഞ്ഞ ശരീരം ചെന്നിടിച്ചു നിന്നു. ശബ്ദം നിലച്ച ആ നിമിഷത്തിൽ ലോകം തന്നെ നിശ്ചലമായതുപോലെ അവർക്ക് തോന്നി. കാതുകളിൽ ഒരു മൂളൽ മാത്രം ബാക്കിയുണ്ടായി. കവിളിലെ വേദനയല്ല, ഹൃദയത്തിൽ നിന്ന് എന്തോ ഒന്ന് പൊട്ടിപ്പോയതുപോലെയായിരുന്നു. അവരുടെ കണ്ണുകളിൽ നിറഞ്ഞത് വേദനയായിരുന്നില്ല, മറിച്ച് അവിശ്വസനീയമായിരുന്നു. തന്റെ മകൻ സ്നേഹിച്ച, താൻ മകളായി കണ്ട പെൺകുട്ടിയാണോ ഇത്? അവരുടെ കൈകൾക്ക് ഇത്രയേറെ കനമുണ്ടായിരുന്നോ? അതോ തന്റെ ഹൃദയത്തിനേറ്റ മുറിവിന്റെ ഭാരമാണോ കവിളിൽ അനുഭവപ്പെടുന്നത്? അവർ സുനിതയെ നോക്കി. അവരുടെ കണ്ണുകളിൽ ജ്വലിച്ചിരുന്ന കോപം പതിയെ കെട്ട് മകരം ഒരുതരം ഭയവും ഞെട്ടലും നിറയുന്നത് അവർ കണ്ടു. സുനിത സ്വന്തം കൈപ്പത്തിയിലേക്ക് നോക്കുന്നത് ഒരു അപരിചിത വസ്തുവിനെ കാണുന്നത് പോലെയായിരുന്നു. ആ നോട്ടം ശാരദയമ്മയുടെ ഹൃദയത്തിൽ ആഴത്തിൽ തുളച്ചുകയറി. താനൊരു ഭാരമാണെന്ന് ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുന്നതിനേക്കാൾ ഭയാനകമായിരുന്നു ആ അടി. അത് അവരുടെ ആത്മാഭിമാനത്തെയാണ് തകർത്തു കളഞ്ഞത്. അവരൊന്നും മിണ്ടിയില്ല. ഒരു വാക്കുപോലും ഉരിയാൻ നാവുയർന്നില്ല.
എന്തു പറയാനാ? ആർക്കു വേണ്ടി? പരാതി പറയാൻ രാഘവൻ മാഷില്ല. സങ്കടം കേൾക്കാൻ മകനും അരികിലില്ല. ഈ വീട്ടിൽ താൻ തനിച്ചാണ്, പൂർണ്ണമായും തനിച്ചാണ്. ആ തിരിച്ചറിവിന്റെ തണുപ്പ് അവരുടെ ശരീരത്തിലൂടെ അരിച്ചുകയറി. അവർ സാവധാനം ഭിത്തിയിൽ താങ്ങി തിരിഞ്ഞു നടന്നു. ഓരോ ചവിടും ഒരു യുഗം പോലെ ഭാരമുള്ളതായിരുന്നു. താൻ സ്നേഹത്തോടെ പരിപാലിച്ച ഓരോ കോണിലും തന്റെ ഓർമ്മകളുള്ള ആ വീട്ടിന്റെ തറയിലിപ്പോൾ മുള്ളുകൾ വിതറിയതുപോലെ അവർക്ക് തോന്നി. ആ നടത്തിന് പതിവില്ലാത്തൊരു തളർച്ചയുണ്ടായിരുന്നു. ജീവിതത്തിൽ തോറ്റുപോയ ഒരുവന്റെ അവസാനത്തെ യാത്ര പോലെ. മുറിക്കകത്തെത്തി വാതിലടച്ചപ്പോൾ ശാരദയമ്മയുടെ ശ്വാസം വിലങ്ങി. പുറത്തെ ലോകവുമായുള്ള അവസാനത്തെ ബന്ധവും മുറിഞ്ഞുപോയതുപോലെ അവർ കട്ടിലിൽ വന്നിരുന്നു. പഴയ കണ്ണാടിയിൽ തന്റെ പ്രതിബിംബം കണ്ടപ്പോൾ അവർക്ക് സ്വയം തിരിച്ചറിയാനായില്ല. ചുവന്നു തടിച്ച കവിൾ, കലങ്ങിയ കണ്ണുകൾ, നിസ്സഹായതയുടെ ചുളിവുകൾ വീണ മുഖം. അവർ അതിൽ മെല്ലെ തൊട്ടു. പുറത്തെ വേദനയല്ല, ഉള്ളിലെ വേദനയാണ് അസഹനീയമായത്. അവരുടെ ഓർമ്മകൾ വീണ്ടും രാഘവൻ മാഷിലേക്ക് കുതിച്ചു. ഒരിക്കൽ അടുക്കളയിൽ വെച്ച് അറിയാതെ കൈമുറിഞ്ഞപ്പോൾ മാഷ് വെപ്രാളപ്പെട്ടത്. വേദനിച്ചു ശാരദേ എന്ന് ചോദിച്ച് കണ്ണു നിറഞ്ഞത്. ആ കൈകളിൽ മരുന്ന് വെച്ച് തരുമ്പോൾ ഉണ്ടായിരുന്ന കരുതൽ, സ്നേഹത്തിന്റെ ആ കടലെവിടെ? കരുതലിന്റെ ആ തണലെവിടെ? ഓർമ്മകൾക്ക് വിഷത്തിന്റെ ചുവയാണെന്ന് അവർ ആദ്യമായി തിരിച്ചറിഞ്ഞു. രവി, തന്റെ മകൻ, അവൻ ജനിച്ചപ്പോൾ താൻ അനുഭവിച്ച സന്തോഷം, അവന്റെ ഓരോ വളർച്ചയും അഭിമാനത്തോടെ നോക്കി നിന്നത്. അവനെ നല്ലൊരു മനുഷ്യനാക്കാനാണ് താൻ ജീവിച്ചത്. പക്ഷേ അവന്റെ വീട്ടിൽ അവന്റെ ഭാര്യയുടെ കൈകൊണ്ട് ആ ചിന്ത പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹൃദയത്തിലൊരു കല്ല് കയറ്റിവെച്ചതുപോലെ ഭാരം തോന്നി. ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്നതുപോലെ. അവർ കട്ടിലിലേക്ക് ചാരി. ഇനി എന്തിനാണ് ജീവിക്കുന്നത്? ആർക്കു വേണ്ടി? ഈ ഭാരം പേറി ഇനിയും എന്തിനെ ഈ ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടണം? വേണ്ട, മതി, ക്ഷീണിച്ചു. അവരുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. പുറത്തെ മഴയുടെ നേർത്ത സംഗീതം അടന്നുപോകുന്നതുപോലെ. രാഘവൻ മാഷിന്റെ മുഖം ഓർമ്മകളിൽ തെളിഞ്ഞു. സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് രാഘവൻ മാഷ് കൈ നീട്ടുന്നു. ആ കൈകളിൽ പിടിക്കാൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവരുടെ ആത്മാവ് വെമ്പി. പുറത്ത് സുനിതയുടെ ദേഷ്യം അടങ്ങിയിരുന്നു. പകരം ഭയവും കുറ്റബോധവും അവളെ പൊതിഞ്ഞു. അടിക്കേണ്ടായിരുന്നു, അവൾ സ്വയം പറഞ്ഞു. പക്ഷേ അവർ ചെയ്തതിനോ? മനസ്സവളെ ന്യായീകരിച്ചു. അവൾ നിലം തുടച്ച് വൃത്തിയാക്കി. ഓരോ തുള്ളി കഞ്ഞിവെള്ളവും തുടച്ചു നീക്കുമ്പോൾ താൻ ചെയ്ത പാപത്തിന്റെ കറയാണ് മായ്ക്കുന്നതെന്ന് അവൾ വെറുതെ വിശ്വസിക്കാൻ ശ്രമിച്ചു. ശാരദയമ്മയുടെ മുറിയുടെ അടഞ്ഞ വാതിൽ ഒരു ഭീകരരൂപിയെപ്പോലെ അവളെ തുറിച്ചു നോക്കി. അവൾ പലതവണ ആ വാതിലിനരികിലൂടെ നടന്നു. ഒന്ന് മുട്ടി വിളിക്കാമോ? അമ്മയെന്ന് സ്നേഹത്തോടെ വിളിക്കാമോ? പക്ഷേ അവളുടെ അഹങ്കാരം അവളെ തടഞ്ഞു. കുറച്ചു കഴിയുമ്പോൾ തുറന്നോളും, എപ്പോഴുമുള്ള പരിഭവമായിരിക്കും. അവൾ സമാധാനിച്ചു. എന്നാൽ ഉള്ളിനുള്ളിൽ ഒരു ഭയം മുളപൊട്ടിയിരുന്നു. ആ വാതിലിനപ്പുറത്തുള്ള നിശബ്ദതയ്ക്ക് മരണത്തിന്റെ ഗന്ധമുണ്ടോ? ആ ചിന്തയെ അവൾ ആട്ടി ഓടിച്ചു. അടുക്കളയിലെ മറ്റു ജോലികളിൽ മുഴുകി ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവരുടെ കാതുകൾ ആ അടഞ്ഞ വാതിലിനരികിലായിരുന്നു. ഒരനക്കത്തിനായി, ഒരു ശബ്ദത്തിനായി അവൾ അറിയാതെ കാതോർത്തു. മുറിക്കുള്ളിൽ ശാരദയമ്മയുടെ ശ്വാസമെടുക്കുന്നതിന്റെ വേഗത കുറഞ്ഞുവന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മഴ തോർന്നിരുന്നു. ആകാശത്തൊരു പ്രകാശത്തിന്റെ കീറ്. ഒരുപക്ഷേ രാഘവൻ മാഷ് തന്നെ വിളിക്കുകയാകും. ആ ചിന്തയിൽ അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. കവിളിലെ വേദനയും ഹൃദയത്തിലെ ഭാരവും എങ്ങോട്ടോ അലിഞ്ഞുപോയിരുന്നു. ശരീരത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് ആത്മാവ് സ്വതന്ത്രമാകുന്നതുപോലെ ഒരു ലാഘവം. അവരുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ഒരു തിരശ്ശീലയിൽ എന്നതുപോലെ മനസ്സിൽ തെളിഞ്ഞു. വിവാഹം, രവിയുടെ ജനനം, മാഷുമൊത്തുള്ള വൈകുന്നേരങ്ങൾ. ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഓർക്കാൻ നല്ല ഓർമ്മകൾ മാത്രം മതി. വേദനകൾ ഇവിടെ ഉപേക്ഷിച്ചു പോകാം. അവരുടെ അവസാന ശ്വാസം നേർത്ത ഒരു കാറ്റുപോലെ പുറത്തേക്ക് ഒഴുകിപ്പോയി. ശാന്തമായി, ആരുമറിയാതെ, ഒരു നിലവിളക്കിലെ അവസാന തിരിയണയുന്നതുപോലെ. ആ മുഖത്ത് അതുവരെയില്ലാത്തൊരു പരമമായ ശാന്തി നിറഞ്ഞു. വൈകുന്നേരം രവി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവനെ വരവേറ്റത് അസാധാരണമായ ഒരു നിശബ്ദതയായിരുന്നു. കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും വാതില് തുറന്നില്ല. താക്കോൽ ഉപയോഗിച്ച് വാതില് തുറന്ന് അകത്ത് കയറിയപ്പോൾ വീട് ശൂന്യമായതുപോലെ തോന്നി. സുനിതയുടെ മുഖം വിളറി വെളുത്തിരുന്നു. അമ്മയെവിടെ? അവൻ ചോദിച്ചു. മുറിയിലുണ്ട്. രാവിലെ മുതൽ വാതിൽ തുറന്നിട്ടില്ല. അവളുടെ ശബ്ദം ഒരു നൂലുപോലെ നേർത്തിരുന്നു. രവിക്കെന്തോ പന്തികേട് തോന്നി. അവന്റെ നെഞ്ചിൽ ഒരാന്തൽ പടർന്നു. അവൻ അമ്മയുടെ മുറിയുടെ വാതിലിൽ തട്ടി. അമ്മേ, അമ്മേ. മറുപടിയില്ല. പലതവണ വിളിച്ചിട്ടും വാതിൽ തുറക്കാതായപ്പോൾ അവന്റെ നെഞ്ചിടിച്ചു. അമ്മേ, വാതിൽ തുറക്ക്! അവൻ അലറി. അവന്റെ ശബ്ദം ഭയത്താൽ ഇടറിയിരുന്നു. സർവശക്തിയുമെടുത്ത് അവൻ വാതിൽ ചവിട്ടി തുറന്നു. തോളെല്ലിനൊരു വേദനയുണ്ടായെങ്കിലും അവനത് കാര്യമാക്കിയില്ല. കട്ടിലിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞ് ശാന്തമായി ഉറങ്ങുന്നതുപോലെ കിടക്കുകയായിരുന്നു ശാരദയമ്മ. പക്ഷേ ആ മുഖത്തിന് ജീവന്റെ തുടിപ്പില്ലായിരുന്നു. ഒരു നിമിഷം അവൻ നിന്നു. ഒരുപക്ഷേ ഗാഠനിദ്രയിലായിരിക്കാം.
അവൻ അവരുടെ അരികിലെത്തി മെല്ലെ തോളിൽ തൊട്ടു. തണുത്തുറഞ്ഞ ആ ശരീരം ഒരു മരക്കഷ്ണം പോലെ തോന്നി. അമ്മേ! രവിയുടെ അലർച്ച ആ വീടിനെ പ്രകമ്പനം കൊള്ളിച്ചു. അവൻ അമ്മയുടെ ചേതനയാറ്റ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. എന്നെ വിട്ടുപോകല്ലേ അമ്മേ! അവൻ നിലവിളിച്ചു. ആ നിമിഷം താൻ എത്രമാത്രം ആ അമ്മയെ അവഗണിച്ചിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഓഫീസിലെ തിരക്കുകൾ, ഭാര്യയുടെ പരാതികൾ, അതിനിടയിൽ അമ്മയുടെ ഏകാന്തത താൻ കണ്ടില്ല. അവരുടെ കണ്ണുകളിലെ സങ്കടം താൻ അറിഞ്ഞില്ല. അവന്റെ കണ്ണുനീർ ശാരദയമ്മയുടെ തണുത്ത കവിളിലൂടെ ഒഴുകിയിറങ്ങി. ആ കവിളിലെ നേർത്ത ചുവപ്പുപാട് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവന്റെ ലോകം ആ നിമിഷം അവസാനിച്ചിരുന്നു. മരണാനന്തര ചടങ്ങുകൾ യാന്ത്രികമായി നടന്നു. വീട് നിറയെ ആളുകളായിരുന്നു. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ സുനിതയെ പൊള്ളിച്ചു. അവളൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഒരിടത്തു നിന്നു. അവളുടെ ഉള്ളിൽ ഭയവും ആശ്വാസവും ഒരുമിച്ച് തിരയടിക്കുന്നുണ്ടായിരുന്നു. ശല്യമൊഴിഞ്ഞു എന്നവളുടെ മനസ്സിന്റെ ഒരു കോണിൽ ആരോ മന്ത്രിച്ചു. പക്ഷേ ആശ്വാസത്തിനു മുകളിൽ കനത്തേമൊരു ഭയം പാറ പോലെ ഉറച്ചിരുന്നു. ആളുകളുടെ കണ്ണുകളിൽ നോക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും സത്യം അറിയാമെന്ന് അവൾക്ക് തോന്നി. ചടങ്ങുകൾക്കിടയിൽ ആരൊക്കെയോ അടക്കം പറയുന്നത് അവൾ കേട്ടു. സുനിതയുടെ മുഖത്ത് ഒരു സങ്കടവുമില്ലല്ലോ. ആ പാവം തള്ളയെ അവൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ കൂരമ്പുകൾ പോലെ അവളുടെ നെഞ്ചിൽ തറച്ചു. ആദ്യമായി താൻ ചെയ്ത കുറ്റത്തിന്റെ ഭീകരത അവളെ ഭയപ്പെടുത്താൻ തുടങ്ങി. ശാരദയമ്മയുടെ ചിത എരിഞ്ഞടങ്ങുമ്പോൾ ആ തീനാളങ്ങൾ തന്റെ ജീവിതത്തെ കൂടിയാണ് വിഴുങ്ങുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ ഉള്ളിൽ കുറ്റബോധത്തിന്റെ ആദ്യത്തെ കനൽ എരിയാൻ തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. ആ വീട്ടിലെ ഓരോ വസ്തുവിനും ശാരദയമ്മയുടെ ഓർമ്മയുടെ ഗന്ധമുണ്ടായിരുന്നു. രവി ആരോടും സംസാരിച്ചില്ല. ഒരു നിഴലുപോലെ അവൻ വീടിനുള്ളിൽ കഴിഞ്ഞു. അവന്റെ മൗനം സുനിതയെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഒരു ദിവസം അവൾ ശാരദയമ്മയുടെ മുറി വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ഒരുതരം പ്രായശ്ചിത്തം പോലെ. പഴയ ഓർമ്മകളെ തുടച്ചു നീക്കാനുള്ളൊരു ശ്രമം. അവരുടെ പഴയ മര അലമാര തുറന്നപ്പോൾ അതിലൊരു ചെറിയ പെട്ടിയിരിപ്പുണ്ടായിരുന്നു. വെറ്റിലക്കറയുടെയും കർപ്പൂരത്തിന്റെയും സമ്മിശ്ര ഗന്ധമുള്ള ഒരു പഴയ പെട്ടി. പെട്ടി തുറന്നപ്പോൾ അതിൽ കുറച്ച് പഴയ ഫോട്ടോകളും ഒരു പട്ടുതുണിയിൽ പൊതിഞ്ഞ സ്വർണവളകളും ഉണ്ടായിരുന്നു. അതിനടിയിൽ മഞ്ഞിച്ച കടലാസിൽ എഴുതിയ ഒരു കത്തും ഒരു വിൽപ്പത്രവും. വിറയ്ക്കുന്ന കൈകളോടെ സുനിത ആ കത്തെടുത്തു. അത് അവൾക്കുള്ളതായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മോൾക്ക്, സുനിതയ്ക്ക്. ആ അഭിസംബോധനയിൽ തന്നെ അവളുടെ ഹൃദയമൊന്ന് പിടഞ്ഞു. ഈ കത്ത് മോള് വായിക്കുമ്പോൾ ഒരുപക്ഷെ അമ്മ ഈ ലോകത്തുണ്ടാവില്ല. എന്നെങ്കിലും മോൾ ഇത് കാണുമല്ലോ എന്ന വിശ്വാസത്തിലാണ് ഞാനിത് എഴുതുന്നത്. മോളുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളും ദേഷ്യവുമുണ്ടെന്ന് അമ്മയ്ക്കറിയാം. സ്വന്തം സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ വീട്ടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നതിന്റെ വേദന അമ്മ കാണുന്നുണ്ട്. പഠിച്ചൊരു നഴ്സായി മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ച എന്റെ കുട്ടിക്ക് ഒന്നിനും കൊള്ളാത്ത ഈ അമ്മയെ ശുശ്രൂഷിക്കേണ്ടി വന്നതിലുള്ള അമർഷം അമ്മ മനസ്സിലാക്കുന്നു. നിന്നോട് ദേഷ്യമില്ല മോളെ. സാഹചര്യങ്ങളാണ് നമ്മളെ ചിലപ്പോൾ ക്രൂരന്മാരാക്കുന്നത്. നീ ഈ വീട്ടിലേക്ക് മരുമകളായി വന്ന ദിവസം ഇപ്പോഴും അമ്മയുടെ ഓർമ്മയിലുണ്ട്. ഒരു മകളില്ലാത്ത എന്റെ സങ്കടം തീർക്കാൻ ദൈവം തന്ന കുട്ടിയാണെന്നാണ് ഞാൻ കരുതിയത്. നിന്റെ ചിരി ഈ വീട്ടിനൊരു ഐശ്വര്യമായിരുന്നു. എവിടെ വെച്ചോ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. അമ്മയുടെ ഓർമ്മകൾ പതിയെ മാഞ്ഞു തുടങ്ങിയപ്പോൾ, ഞാനൊരു ഭാരമാണെന്ന് മോൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ എല്ലാം കൈവിട്ടുപോയി. എന്റെ മറവി കാരണം മോൾക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നറിയാം. എന്റെ മോനെ വിഷമിപ്പിക്കരുതെന്ന് കരുതിയാണ് ആരോടും ഒന്നും പറയാതിരുന്നത്. അമ്മയോട് ക്ഷമിക്കണം. എന്റെ കയ്യിൽ ആകെയുള്ളത് രാഘവൻ മാഷ് എനിക്കായി തന്ന ഈ വീടിന്റെ പാതിയും കുറച്ച് സ്വർണവുമാണ്. അത് ഞാൻ മോൾക്ക് തരുന്നു. ഇത് നിന്റെ അവകാശമാണ്. നിന്റെ നഷ്ടപ്പെട്ടുപോയ സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ ഇതെങ്കിലും ഉപകരിക്കട്ടെ. നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കണം. എന്റെ മോനെയും നീ നന്നായി നോക്കണം. അവനൊരു പാവമാണ്. ഉള്ളിലെ സങ്കടം പുറത്തു കാണിക്കാത്ത ഒരു പാവം. ഒന്നുമില്ലെങ്കിലും അമ്മയ്ക്ക് മോളോട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. അവസാനമായി ഒന്നേ പറയാനുള്ളൂ, സന്തോഷമായിരിക്കണം എന്ന് സ്നേഹത്തോടെ അമ്മ. കത്തിലെ ഓരോ വാക്കും ഒരു ചുറ്റിക പോലെ അവളുടെ ഹൃദയത്തിൽ ആഞ്ഞടിച്ചു. വിൽപ്പത്രത്തിൽ അവർക്കുള്ളതെല്ലാം സുനിതയുടെ പേരിൽ എഴുതി വച്ചിരിക്കുന്നു. നിരുപാധികമായ സ്നേഹത്തിന്റെ ആഴം ഒരു സുനാമി പോലെ അവളെ വിഴുങ്ങി. അവൾ ആ കത്തിൽ മുഖമമർത്തി അലറിക്കരഞ്ഞു. താൻ ദ്രോഹിച്ച, വെറുത്ത ആ സ്ത്രീ തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിന് മുൻപിൽ താൻ എത്ര ചെറുതായിപ്പോയി. അവളുടെ കരച്ചിൽ ആ ശൂന്യമായ വീട്ടിൽ തട്ടി പ്രതിധ്വനിച്ചു. അന്ന് രാത്രി രവി വന്നപ്പോൾ കത്തും വിൽപ്പത്രവുമായി സുനിത അവന്റെ കാൽക്കൽ വീണു. ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ അലമുറയിട്ടു. രവി, എന്നോട് ക്ഷമിക്കണം.
ഞാനാണ് അമ്മയെ കൊന്നത്. എങ്ങലുകൾക്കിടയിലൂടെ അവൾ എല്ലാം ഏറ്റുപറഞ്ഞു. അമ്മയെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചത്, പട്ടിണിക്കിട്ടത്, അവസാനം ആ കരണത്തടിച്ചത്, എല്ലാം. ആ വീട്ടിന്റെ ചുമരുകൾക്കുള്ളിൽ നടന്ന ക്രൂരതയുടെ ഓരോ നിമിഷവും അവൾ കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞു. രവി കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ തറഞ്ഞുനിന്നു. അവന്റെ ലോകം തലകീഴായി മറിഞ്ഞു. കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നതുപോലെ അവന് തോന്നി. അവന്റെ ഭാര്യ, അവൻ സ്നേഹിച്ച പെണ്ണ്, സ്വന്തം അമ്മയോട് ഇങ്ങനെയൊക്കെ. ആദ്യം അവന്റെ ഉള്ളിൽ അടക്കാനാവാത്ത ദേഷ്യമാണ് വന്നത്. അവളെ കൊല്ലാൻ പോലും തോന്നി. എന്നാൽ അവന്റെ കാൽക്കൽ കിടന്ന് മാപ്പിറയുന്ന അവളുടെ രൂപം കണ്ടപ്പോൾ, അവളുടെ ആത്മാർത്ഥമായ പശ്ചാത്താപം തിരിച്ചറിഞ്ഞപ്പോൾ അവന്റെ ദേഷ്യം പതിയെ അലിഞ്ഞുപോയി. ഈ ദുരന്തത്തിൽ തനിക്കുമൊരു പങ്കില്ലേ? അമ്മയുടെ വേദന കണ്ടില്ലെന്ന് നടിച്ചില്ലേ? ഭാര്യയുടെ മാനസിക സംഘർഷം അറിയാൻ ശ്രമിച്ചില്ലല്ലോ? താനും ഒരു കുറ്റവാളിയാണ്. അവഗണനയുടെ രൂപത്തിലുള്ള ഒരു നിശബ്ദ കൊലയാളി. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നമ്മൾ രണ്ടുപേരുമാണ് അമ്മയെ കൊന്നത് സുനിതേ. ഞാനുമുണ്ടതിൽ. എന്റെ ഏറ്റുപറച്ചിലായിരുന്നു. അവൻ അവളോട് ക്ഷമിച്ചു. പക്ഷേ അവന്റെ ഉള്ളിലെ മുറിവ് ഒരിക്കലും ഉണങ്ങില്ലെന്നവനറിയാം. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. ആ കണ്ണുനീരിൽ അവരുടെ പാപങ്ങൾ അലിഞ്ഞുപോകുമെന്നവർ വെറുതെ ആശിച്ചു. അതിനുശേഷമുള്ള ജീവിതം ഒരു തടവരയായിരുന്നു. ആ വീട് അവരെ ശാരദയമ്മയുടെ ഓർമ്മകൾ കൊണ്ട് ശ്വാസം മുട്ടിച്ചു. അടുക്കളയിലെ കഞ്ഞിപ്പാത്രം, വരാന്തയിലെ ചാരുകസേര, അമ്മയുടെ മുറി, എല്ലാം അവരെ കുറ്റപ്പെടുത്തപ്പെട്ടു. രാത്രികളിൽ അവർ ഞെട്ടിയുണരും. സുനിത പലപ്പോഴും ഉറക്കത്തിൽ അമ്മയെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കരയും. അവർ പരസ്പരം താങ്ങും തണലുമാകാൻ ശ്രമിച്ചു. രവി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ അവനുവേണ്ടി ജീവിക്കാൻ പഠിച്ചു. അവരുടെ ജീവിതം പഴയതുപോലെ ആകില്ലെന്നവർക്കറിയാമായിരുന്നു. പക്ഷേ ഒരുമിച്ച് ഈ വേദനയെ അതിജീവിക്കാൻ അവർ തീരുമാനിച്ചു. ശാരദയമ്മയോടുള്ള പ്രായശ്ചിത്തം അതായിരുന്നു. 1 വർഷത്തിനു ശേഷം മറ്റൊരു കർക്കിടകം. മഴ തോരാതെ പെയ്യുന്നു. രവിയും സുനിതയും വരാന്തയിലിരുന്ന് മഴ കാണുകയായിരുന്നു. അവരുടെ ഇടയിൽ മൗനം തളം കെട്ടി നിന്നിരുന്നു. പഴയ സന്തോഷമോ ചിരിയോ അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാൻ അവർ പഠിച്ചിരുന്നു. സന്ധ്യയായപ്പോൾ സുനിത അകത്തുപോയി നിലവിളക്ക് കൊളുത്തിക്കൊണ്ടുവന്നു. രവി അത് വാങ്ങി തുളസിത്തറയിൽ വെച്ചു. ആ തിരുനാളത്തിനൊരു പ്രത്യേക ശോഭയുണ്ടായിരുന്നു. ഒരുപക്ഷേ അത് ശാരദയമ്മയുടെ സ്നേഹത്തിന്റെ പ്രകാശമായിരിക്കാം. ആ വീടിന്റെ ഇറയത്ത് പെയ്യുന്ന മഴത്തുള്ളികൾക്ക് എപ്പോഴും നിലവിളക്കിന്റെ കണ്ണുനീരിന്റെ നനവുണ്ടായിരിക്കും.